മാങ്ങ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഈ ഒരു ചൂടത്ത് മാങ്ങ സീസണും കൂടി ആയതുകൊണ്ട് പറ്റിയിട്ടുള്ള ഐറ്റാണ്. നമുക്ക് വയറും ശരീരമൊക്കെ തണുപ്പിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള മധുരമുള്ള 2 മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 മാങ്ങയുടെ പൾപ്പും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വേണ്ടവർക്ക് പഞ്ചസാരക്ക് പകരം തേനും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈരാണ്. ഞാനിവിടെ കട്ട തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തീരെ പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഐസ് ക്യൂബും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാംഗോ ലസ്സി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ വയറിനൊക്കെ എന്തുകൊണ്ടും പറ്റിയിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു ലസ്സി. അപ്പോൾ ഇത് നമുക്ക് ഏത് ഫ്രൂട്ട് വെച്ചിട്ടും ചെയ്യാം. ഇപ്പോൾ മാംഗോയുടെ സീസൺ ആയതുകൊണ്ട് മാംഗോ വെച്ചിട്ട് ഞാൻ ഈ ഒരു ലസ്സി ഒന്ന് റെഡിയാക്കി നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുളിയില്ലാത്തത് തൈര് വേണം യൂസ് ചെയ്യാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.